ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒത്തിരി ഇന്ത്യൻ സ്റ്റുഡൻസ് കാനഡയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ അവരുടെ പേരൻസിന് പോലും അറിയുന്നുണ്ടായിരിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഈ പിള്ളേരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും ഇന്ത്യൻ ബിസിനസ് ഓണേഴ്സ് തന്നെയാണ്. സ്റ്റുഡൻസ് സർവൈവൽ ജോബ്സും ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ നിലനിന്ന് പോകാനുള്ള ഓട്ടത്തിനിടയ്ക്കാണ് ഈ ചൂഷണങ്ങൾ നടക്കുന്നത്. രണ്ട് മലയാളി സ്റ്റുഡൻസിന് ഒരു ഇന്ത്യൻ ഓണറിന്റെ ഉടമസ്ഥയിലുള്ള ഒരു പിസ്സ ഹട്ടില് പാർട്ട് ടൈം ജോബ് ശരിയായി. 3 വീക്സ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും പറഞ്ഞു വിട്ടു, ₹1 പോലും കൊടുക്കാതെ. കാരണം അത് ട്രെയിനിങ് പീരീഡ് ആയിരുന്നെന്നും ആ ടൈമിൽ അവരൊന്നും മര്യാദയ്ക്ക് വർക്കൊന്നും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്നാണ് ഇഷ്യൂ. അതുകൊണ്ട് അവരിനി വേറെ ആളെ വെക്കുവോ അവർക്ക് ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല പോലും. 95% സ്റ്റുഡൻസും നാണക്കേട് കൊണ്ടും പിന്നെ വീട്ടുകാരെ അറിയിക്കേണ്ട, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചു ഇതൊന്നും നാട്ടിലും വീട്ടിലും ഒന്നും പറയാറില്ല. നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നത് അങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. അങ്ങനെ വേറെ ജോലി കിട്ടാൻ വേണ്ടി അവര് നെട്ടോട്ട് ഓടും. ഒത്തിരിയും സ്റ്റുഡൻസ് ഡെയിലി നീഡ്സ് പോലും നടത്താൻ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി പേര് ഇവിടുത്തെ ഫുഡ് ബാങ്കുകളെ ആശ്രയിക്കുവാൻ സ്റ്റുഡൻസ് അത് മനസ്സിലാക്കി ചില ഫുഡ് ബാങ്ക് സ്ട്രിക്റ്റ് ആക്കി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയല്ല ഇവിടെ ഫുഡ് ബാങ്ക് തുറന്നു വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാ പ്രോവിൻസിലും ഒരു എംപ്ലോയ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ഓഫീസ് ഉണ്ട്. അവിടെ നമുക്ക് ഫോൺ ചെയ്ത് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഇവർക്ക് എല്ലാവർക്കും വെബ്സൈറ്റും ഉണ്ട്. നമ്മളുടെ അടുത്ത് ജോലി ചെയ്യാൻ ചെന്നിട്ട് നമ്മുടെ എംപ്ലോയർ നമ്മോട് ചെയ്യുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരുമ്പോൾ നമുക്ക് ഇവരെ വിളിച്ചു ചോദിച്ച് ഈ സിറ്റുവേഷൻ ഒക്കെ പറയാം. അപ്പോൾ ഓരോരുത്തരും ഇവിടെയുള്ള സ്റ്റുഡൻസ് നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അറിയിക്കുക, എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തു തരും. നിങ്ങൾക്ക് മിനിമം വേജ് പെർ അവർ കിട്ടുന്നുണ്ടോ, പിന്നെ ഓവർ ടൈം ചെയ്യുന്നതിനുള്ള വേജസ് കിട്ടുന്നുണ്ടോ, ട്രെയിനിങ് പീരീഡിലൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ പേ ആണോ തരുന്നത്. അപ്പൊ നിങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ ആരും ചൂഷണം ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഇനി ഒരു ഇച്ചിരി പഴയ കഥയാണ്, കുറച്ചുപേരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, കുറച്ചു പേർക്കൊക്കെ പുതുമയായിരിക്കും ഈ ന്യൂസ്. ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രാംപ്ടണിലെ ചാറ്റ് ഹട്ട് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് ജോലി 12 hours ഡെയിലി വർക്ക്, സെർവറായിട്ടും ക്ലീനറായിട്ടും കിച്ചൺ ഹെൽപ്പറായിട്ടും ഒക്കെ ജോലി ചെയ്യണം. എന്നിട്ട് $100 പെർ ഡേ കൊടുത്തുള്ളൂ. ഈ ഒക്ടോബർ 2025 തൊട്ട് ഇവിടെ മിനിമം വേജ് 1650 ആവുകയാണ്. സ്റ്റുഡൻസിനൊക്കെ കൊടുക്കേണ്ട ഒരു മിനിമം വേജ് ഉണ്ട്, അതൊന്നും ആ കൊച്ചിന് കൊടുത്തില്ല. ഇടയ്ക്ക് ബ്രേക്ക് എടുത്താൽ കുറ്റം, ഹോളിഡേയ്സ് ഇല്ല, ചുരുക്കി പറഞ്ഞാൽ നിന്ന് തരിയാൻ സമയമില്ല, ഫുൾ ടൈം പണിയോട് പണി. എന്നിട്ട് അവകാശപ്പെട്ട സാലറി കൊടുക്കുന്നുണ്ടോ അതുമില്ല. സ്റ്റുഡൻസ് ഒത്തിരിയും പേര് അങ്ങനെ അമിത വർക്കും വളരെ തുച്ഛമായ സാലറിയിലും വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ നിവൃത്തിയൊന്നുമില്ലാതെ. ഈ ഓണേഴ്സിന് ഇവരൊക്കെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അമിതമായിട്ട് എത്ര പണി വേണേലും ചെയ്യിപ്പിക്കുകയും ചെയ്യാം, കുറച്ച് കാശ് കൊടുത്താൽ മതിയല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനസാക്ഷി ഇല്ലാതെ ഉള്ള പെരുമാറ്റം. അപ്പൊ ഈ കൊച്ചിനോട് PR കിട്ടാനുള്ള ലെറ്റർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യാമെന്ന്. 6 months കഴിഞ്ഞു, ലെറ്ററും കൊടുത്തില്ല. എന്നാൽ കുറച്ച് മിനിമം വേജ് എങ്കിലും തരണമെന്ന് കൊച്ചു ആവശ്യപ്പെട്ടപ്പം അതും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ആ കൊച്ചു അവിടെ നിന്ന് റിസൈൻ ചെയ്യുക. അപ്പൊ ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട്, NSN എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഈ ഗ്രൂപ്പ് ഈ കൊച്ചിന്റെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സമരമൊക്കെ ചെയ്ത് അതിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ ഇടപെടലുകൊണ്ട് ലേബർ മിനിസ്ട്രി ഈ പ്രശ്നം ഏറ്റെടുത്തു. അന്വേഷണം നടത്തിയപ്പോൾ ഈ ഇന്ത്യൻ ഓണേഴ്സ് കുറ്റക്കാരാണെന്ന് മനസ്സിലാക്കി. അവസാനം ഈ ഓണേഴ്സിന് ഈ കൊച്ചിന് കൊടുക്കാനുള്ള സാലറി ഒക്കെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു $16,000 ഈ കൊച്ചിന് കിട്ടും. അതായത് 6 months സാലറി കിട്ടേണ്ടിയിരുന്നത്. ന്യൂസിലൊക്കെ ഈ കൊച്ചിന്റെ ഫൈറ്റിങ്ങിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ആ സമയത്ത്. ആ സ്റ്റുഡന്റ് ഫൈറ്റ് ചെയ്തത് കൊണ്ട് ഇത്രയൊക്കെ കിട്ടി. പക്ഷെ എത്ര പേര് ഇങ്ങനെ ഫൈറ്റ് ചെയ്യും? പുതിയൊരു കൺട്രി വന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പാർട്ട് ടൈം ജോബിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോകണം, മനസ്സമാധാനം പോകുന്ന പരിപാടിയാണല്ലോ. ഇനി വേറൊരു കഥ. നമുക്കറിയാവുന്ന ഒരു മലയാളി പെങ്കൊച്ച് ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, വെബ് ഡിസൈനിങ് ഡിപ്ലോമ എടുക്കാൻ വേണ്ടി. കൊച്ചിന്റെ പേരൻസ് നാട്ടിലെ അവരുടെ വീട് ബാങ്കിൽ ലോൺ വെച്ചാണ് കാനഡ സ്റ്റഡീസിന് വേണ്ടിയുള്ള കാശൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. മോള് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നിടത്ത് വെച്ച് ഒരു പഞ്ചാബിയുമായിട്ട് റിലേഷൻഷിപ്പിലായി. പഞ്ചാബി നല്ല പണിയാണ് ഈ കൊച്ചിന് കൊടുത്തത്. പഞ്ചാബിയുടെ ക്രെഡിറ്റ് സ്കോർ നല്ലതല്ലാത്തത് കൊണ്ട് കാർ ലോൺ കിട്ടുന്നില്ലെന്നുള്ള പരാതിയായിരുന്നു. എന്നിട്ട് ഈ കൊച്ചിനെ കൺവിൻസ് ചെയ്ത് നമ്മൾ എന്താണേലും 6 monthsനുള്ളിൽ മാരേജ് ചെയ്യാൻ പോവാണല്ലോ, കാറും വേണം, അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് ലോൺ എടുപ്പിച്ചു. എന്താണെങ്കിലും 6 monthsനുള്ളിൽ രണ്ടുപേരും ബ്രേക്കപ്പ് ആയി. പഞ്ചാബി പയ്യന് വേറൊരു പഞ്ചാബി കൊച്ചു സെറ്റായി കിട്ടി. അങ്ങനെ കാർ ലോൺ നമ്മുടെ മലയാളി കൊച്ചിന്റെ തലയിലുമായി. നാട്ടിലെ വീടിന്റെ ലോണും പിന്നെ ഇവിടുത്തെ ലോണും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ നെട്ടോട്ടമാണ്. എത്ര പാർട്ട് ടൈം ജോബ് ചെയ്താൽ പറ്റും? ശരിക്കും പറ്റും. വീട്ടിൽ പറയാൻ പറ്റൂ ഇത്രയും വലിയ ട്രാപ്പിൽ ഇവിടെ പെട്ടിട്ടുണ്ടെന്ന്? വീട്ടിൽ അറിയിച്ച് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞാണ് പുള്ളിക്കാരി ഇതൊക്കെ തന്നെത്താനെ മാനേജ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇവിടെ കാനഡയിലെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ അക്കോമഡേഷൻ ആണ് വേറൊരു ദുരിതം. ബ്രാംപ്ടണിലൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഒത്തിരി സ്റ്റുഡൻസ് കഴിയുന്നത്. ബ്രാംപ്ടൺ മാത്രമല്ല വേറെ ഒത്തിരി സ്ഥലങ്ങൾ കാണും. ഞാനിപ്പോൾ ന്യൂസിൽ വന്നൊരു സ്ഥലം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ലാസ്റ്റ് ഇയർ ബ്രാംപ്ടണിലെ മേയർ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നവരുടെ ദുരവസ്ഥ. ഒരു വീടിന്റെ ബേസ്മെന്റിൽ 25 സ്റ്റുഡൻസിനെയാണ് കുത്തി നിറച്ച് താമസിപ്പിച്ചിരുന്നത്. ഇതൊക്കെ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഇങ്ങനെ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്ര സ്റ്റുഡൻസ് ആണ് കുത്തി നിറച്ച് താമസിക്കുന്നത് അല്ലേ? ഇങ്ങനെ ന്യൂസിൽ പറയാത്ത എത്ര ബേസ്മെന്റുകൾ. ഈ ബേസ്മെന്റ് ഒന്നും നല്ല രീതിക്ക് ഫർണിഷ് പോലും ചെയ്യാതാണ് ഈ ഓണേഴ്സ് ഈ പിള്ളേരെ ഇവിടെ കുത്തി നിറയ്ക്കുന്നത്. ഈ സ്റ്റുഡൻസ് ഒന്നും പിന്നെ കംപ്ലൈന്റ് എവിടെ പറയാനാണെന്ന്
ആലോചിച്ച് മനസ്സിൽ പറയും, സജി മുതലെടുക്കുകയാണല്ലേ. കാനഡ സ്വപ്നം നിറവേറ്റാൻ വേണ്ടി സ്റ്റുഡൻസിന്റെ ഓരോ കഷ്ടപ്പാടുകൾ. അതൊക്കെയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ ചൂഷണം ചെയ്യുന്ന ഇന്ത്യൻ ഓണേഴ്സിന്റെ കഥകൾ. കുറച്ചു പേർക്കൊക്കെ വലിയ ദുരിതവും പ്രയാസവും ഒന്നും ഇല്ലാതെ തട്ടിമുട്ടിയും രക്ഷപ്പെട്ടു പോകാനുള്ള ഭാഗ്യം കിട്ടുന്നവരുമുണ്ട്. ഈ ലോകത്ത് കുറെ മനുഷ്യരുണ്ട് ഒരു മനസാക്ഷിയും ഇല്ലാതെ മറ്റുള്ളവരെ തട്ടിച്ചും വെട്ടിച്ചും എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ആഴ്ച വന്ന ന്യൂസ് ആണല്ലോ ബാംഗ്ലൂരിൽ ഒരു മലയാളി കപ്പിള് അവിടെയുള്ള എല്ലാ മലയാളികളെയും കൂടെ പറ്റിച്ച് 100 കോടിയുമായിട്ട് മുങ്ങിയത്. ഒരു സുപ്രഭാതത്തിൽ 30 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചിട്ടി കമ്പനി പൂട്ടിപ്പോകും. പൈസ കൊടുത്തവരുടെ എല്ലാം ഒരു അവസ്ഥ. മനസമാധാനം പോയില്ലേ അവരുടെയും. എങ്ങനെയാണോ ഇത്രയും പേരെയും പറ്റിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ച് ജീവിക്കാൻ പറ്റുന്നത്? ഓരോ ദിവസവും നമ്മളെ ഇത് കൊണ്ടുപോവല്ലേ. അങ്ങനെ എത്ര തട്ടിപ്പുകളല്ലേ നമ്മുടെ ലോകത്ത്. ഇതൊക്കെയാണ് കുറച്ച് കഥകൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ. ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല. ബൈ.